ഡിയർ സ്റ്റുഡൻസ്, നമുക്കിന്ന് മൈ എൽഡർ ബ്രദർ എന്ന ചാപ്റ്റർ മനസ്സിലാക്കാം. മുൻഷി പ്രേംചന്ദിൻ്റെ ബഡേ ഭായ് സാബ് എന്ന സ്റ്റോറിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണിത്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇതൊരു പ്ലേ ആണ്, അതായത് നാടക രൂപത്തിലുള്ള ഒരു ചാപ്റ്ററാണിത്. രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള സംസാരമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നറിയാമോ? നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസിനും. ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. This short play is about two brothers who are affectionate and respectful to each other. The story also shows that learning from our day-to-day experiences is as important as what we learn from books in the school. This play is based on the famous story in Hindi, Bade Bhai Sahab, written by Munshi Premchand. This short play is about two brothers. ഈ ഷോർട്ട് പ്ലേ രണ്ട് ബ്രദേഴ്സ് തമ്മിലുള്ള ഹു ആർ എഫെക്ഷനേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാളും തമ്മിൽ നല്ല സ്നേഹമാണ്. ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ടു ഈച്ച് അതർ, നല്ല സ്നേഹവുമാണ്, നല്ല ബഹുമാനവും ആണ്. അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. The story also shows that learning from our day-to-day experiences is as important as what we learn from books in the school. ഈ സ്റ്റോറി എന്താണ് നമുക്ക് കാണിച്ചു തരുന്നത്? നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാൾ അതുപോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസും ജീവിതാനുഭവങ്ങളും അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ദിസ് പ്ലേ ഈസ് ബേസ്ഡ് ഓൺ ദ ഫേമസ് സ്റ്റോറി ഇൻ ഹിന്ദി, ബഡേ ഭായ് സാബ്. ഹിന്ദിയിലെ ഫേമസ് സ്റ്റോറിയായ, അതായത് മുൻഷി പ്രേംചന്ദ് എഴുതിയ ഫേമസ് സ്റ്റോറിയായ ബഡേ ഭായ് സാബിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഈ സ്റ്റോറി. സീൻ 1. എ ഹോസ്റ്റൽ റൂം. Two brothers aged 9 and 14 years sitting at a study table. അപ്പോൾ ഒരു ഹോസ്റ്റൽ റൂമാണ്. അപ്പോൾ ഇത് നാടകരൂപത്തിലായത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഹോസ്റ്റൽ റൂമിൽ ടു ബ്രദേഴ്സ്, രണ്ട് സഹോദരന്മാർ, ഏജ്ഡ് 9 and 14 years സിറ്റിംഗ് അറ്റ് എ സ്റ്റഡി ടേബിൾ. ഒരു സ്റ്റഡി ടേബിളിൽ അടുത്ത് ഒരു 9 വയസ്സും 14 വയസ്സും ഉള്ള രണ്ട് സഹോദരന്മാർ ഇരിക്കുന്നുണ്ട്. ദ എൽഡർ ബ്രദർ ഭയ്യ ഈസ് റീഡിങ് എ ബുക്ക്. അപ്പോൾ മൂത്ത സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ ഭയ്യ ഈസ് റീഡിങ് എ ബുക്ക്, ഒരു ബുക്ക് വായിക്കുകയാണ്. ആൻഡ് ദ യങ്ങർ വൺ മുന്ന ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. ഇളയ സഹോദരൻ എന്താണ് ചെയ്യുന്നത്? ഇളയ സഹോദരൻ്റെ പേര് മുന്ന. അപ്പോൾ അവൻ എന്താണ് ചെയ്യുന്നത്? ഈസ് ഡ്രോയിങ് പിക്ചേഴ്സ് ഓഫ് ബേർഡ്സ് ആൻഡ് ആനിമൽസ്. അവൻ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും പിക്ചേഴ്സ് വരയ്ക്കുകയാണ് ഭയ്യ. അപ്പോൾ ഭയ്യ മുന്നയോട് ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് മുന്ന? മുന്ന, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മുന്ന പറയുകയാണ്, ഐ ആം ഡ്രോയിങ്, ഞാൻ ഡ്രോ ചെയ്യുകയാണ്, ഞാൻ വരയ്ക്കുകയാണ്. ഭയ്യ, വെൻ വിൽ യു സ്റ്റഡി? നീ എപ്പോഴാണ് പഠിക്കുക? വേർ വർ യു ഇൻ ദ മോർണിംഗ്? നീ രാവിലെ തന്നെ എവിടെയായിരുന്നു? മുന്ന ടേണിങ് പെയിൽ എന്ന് പറഞ്ഞാൽ മുന്നയുടെ മുഖമൊന്ന് വിളറി, അവനൊന്ന് പേടിച്ചു. ഭയ്യ എങ്ങനെ ചോദിച്ചപ്പോൾ അവനൊന്ന് പേടിച്ചു. ഐ വാസ് പ്ലേയിങ്, ഞാൻ കളിക്കുകയായിരുന്നു. ഭയ്യ, ഹൗ ക്യാൻ യു സിറ്റ് വിത്ത് എ ബുക്ക് ഫോർ ഹവേഴ്സ് ടുഗദർ? ഭയ്യ, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ മണിക്കൂറുകളോളം ബുക്കുമായിട്ട് ഇരിക്കുന്നത്, ഇങ്ങനെ പഠിക്കാനിരിക്കുന്നത് എങ്ങനെയാണ്? ഭയ്യ, ദാറ്റ്സ് ബിക്കോസ് ഐ വാണ്ട് മൈ ഫൗണ്ടേഷൻ ഇൻ എഡ്യൂക്കേഷൻ ടു ബി വെരി സ്ട്രോങ്. If the base is strong, then the building will stand firmly. Sometimes it takes me 2 years to do 1 year's work. That's because I want my foundation in education to be very strong. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ എൻ്റെ എഡ്യൂക്കേഷൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്, അടിത്തറ. എഡ്യൂക്കേഷൻ്റെ അടിത്തറ സ്ട്രോങ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു, സ്ട്രോങ് ആയിരിക്കണം. If the base is strong, then the building will stand firmly. ബേസ് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ബിൽഡിങ് ഫേമായിട്ട് നിൽക്കുകയുള്ളൂ, നന്നായിട്ട് ഉറച്ച് നിൽക്കുകയുള്ളൂ. ഫേംലി എന്ന് പറഞ്ഞാൽ ഉറപ്പോടുകൂടി. അപ്പോൾ നമ്മൾ ആദ്യമേ തുടക്കത്തിലെ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള പഠനവും എളുപ്പമായിരിക്കുകയുള്ളൂ. Sometimes it takes me 2 years to do 1 year's work. ചിലപ്പോഴൊക്കെ എനിക്ക് 2 വർഷം വേണ്ടി വരാറുണ്ട് ഒരു വർഷത്തെ വർക്ക്. 1 year's വർക്ക്, ഒരു വർഷത്തെ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് 2 വർഷം വരെ
വേണ്ടി വരാറുണ്ട്. മുന്ന, ഭയ്യ, you are 5 years older than I am and 3 classes ahead of me. I wonder why you keep writing the same word 20 times, one sentence more than 20 times, and copy poems several times in beautiful letters. അപ്പോൾ മുന്ന ഭയ്യോട് ചോദിക്കുകയാണ്, ഭയ്യ, you are 5 years older than I am and 3 classes ahead of me. ഭയ്യ, നിങ്ങൾ എന്നേക്കാളും 5 വയസ്സിന് മൂത്തതാണ്, 5 വയസ്സ് പ്രായം കൂടുതലാണ്, 5 വർഷം പ്രായം കൂടുതലാണ്. ആൻഡ് 3 classes ahead of me. 3 classes ahead of me എന്ന് പറഞ്ഞാൽ എന്നേക്കാളും 3 ക്ലാസ് മുന്നിലാണ്. I wonder why you keep writing the same word 20 times, one sentence more than 20 times. ഞാൻ ആശ്ചര്യപ്പെടുന്നു. വണ്ടർ എന്ന് പറഞ്ഞാൽ ആശ്ചര്യപ്പെടുന്നു. വൈ യു കീപ് റൈറ്റിംഗ് ദ സെയിം വേർഡ് 20 times. ഒരേ വേർഡ് തന്നെ നിങ്ങൾ 20 times, 20 പ്രാവശ്യം എന്തിനാണ് എഴുതുന്നത്? വൺ സെൻറ്റൻസ് മോർ ദാൻ 20 times. ഒരു സെൻറ്റൻസ് തന്നെ 20 timesനേക്കാളും കൂടുതൽ എന്തിനാണ് എഴുതുന്നത്? ആൻഡ് കോപ്പി പോയംസ് സെവറൽ ടൈംസ് ഇൻ ബ്യൂട്ടിഫുൾ ലെറ്റേഴ്സ്. പോയംസ് നിങ്ങൾ കോപ്പി ചെയ്യുന്നു. സെവറൽ ടൈംസ്, ഒരുപാട് പ്രാവശ്യം കോപ്പി ചെയ്യുന്നു. ഇൻ ബ്യൂട്ടിഫുൾ ലെറ്റേഴ്സ്, നല്ല ഭംഗിയുള്ള ലെറ്റേഴ്സിൽ നിങ്ങൾ പോയംസ് ഒരുപാട് പ്രാവശ്യം എഴുതുന്നു. അതെന്തിനാണ് എന്ന് മുന്ന ഭയ്യയോട് ചോദിക്കുകയാണ്. ഭയ്യ, യു നോ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഈസ് നോ ചൈൽഡ്സ് പ്ലേ. അപ്പോൾ നിനക്കറിയാമോ, ഭയ്യ പറയുകയാണ്, നിനക്കറിയാമോ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഈസ് നോട്ട് ചൈൽഡ്സ് പ്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരു കുട്ടിക്കളിയല്ല. നോട്ട് ചൈൽഡ്സ് പ്ലേ പറഞ്ഞാൽ നോട്ട് ഈസി അല്ല. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഈസി അല്ല, കുട്ടിക്കളിയല്ല. വൺ ഹാസ് ടു വർക്ക് വെരി ഹാർഡ് ഇൻ ഓർഡർ ടു ലേൺ ദ സബ്ജക്റ്റ്. ഒരാൾക്ക് ഹാർഡ് വർക്ക് ചെയ്യണം, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. ഇൻ ഓർഡർ ടു ലേൺ ദ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് പഠിക്കണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ. ടു സ്പീക്ക് ഓർ റൈറ്റ് ഇംഗ്ലീഷ് പ്രോപ്പർലി ട്രെമൻഡസ് എഫേർട്ട് ഈസ് റിക്വയർഡ്. സംസാരിക്കാനും ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും, അതായത് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ നന്നായിട്ട്, അതിൻ്റേതായ ഓർഡറിൽ നന്നായിട്ട് സംസാരിക്കാനും എഴുതാനും ട്രെമൻഡസ് എഫേർട്ട് ഈസ് റിക്വയർഡ്. ട്രെമൻഡസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യണം, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. എഫേർട്ട് എന്നാൽ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ദ മൊമെൻറ്റ് യു ഗെറ്റ് എ ചാൻസ് യു റൺ ടു ദ ഫീൽഡ്, play marbles and fly paper kites or sit idling away with friends for fun. Can't you sit down and study? But the moment you get a chance, അപ്പോൾ ഒരു നിമിഷം പോലും നിനക്ക് ചാൻസ് കിട്ടുമ്പോഴേക്കും, ഒരു നിമിഷമെങ്കിലും നിനക്ക് ചാൻസ് ലഭിക്കുമ്പോഴേക്കും യു റൺ ടു ദ ഫീൽഡ്, നീ ഫീൽഡിലേക്ക്, വയലിലേക്ക് ഓടിപ്പോകുന്നു. പ്ലേ മാർബിൾസ് കളിക്കുന്നു. ആൻഡ് ഫ്ലൈ പേപ്പർ കൈറ്റ്സ്, എന്നിട്ട് പേപ്പർ കൈറ്റ്സ് പട്ടങ്ങൾ പറത്തിക്കുന്നു. ഓർ സിറ്റ് ഐഡ്ലിങ് അവേ വിത്ത് ഫ്രണ്ട്സ്. ഐഡ്ലിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുക, വെറുതെ, വിത്തൗട്ട് എനി പേർപ്പസ് എന്നാണ് ഐഡ്ലിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ വെറുതെ ഫ്രണ്ട്സിൻ്റെ കൂടെ നീ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു. കാൻ യു സിറ്റ് ഡൗൺ ആൻഡ് സ്റ്റഡി? നിനക്ക് ഇരുന്നിട്ട് പഠിച്ചൂടെ? മുന്ന, ഓ ഭയ്യ, ദർ ഈസ് എ ബിഗ് മേള ഇൻ ദ വില്ലേജ് ടുഡേ, ഷുഡ് വി ഗോ? അപ്പോൾ മുന്ന ഭയ്യയോട് പറയുകയാണ്, ഭയ്യ, ഇവിടെ ഒരു വലിയ മേളയുണ്ട്. മേള എന്ന് പറഞ്ഞാൽ ഉത്സവം അല്ലെങ്കിൽ ചന്ത. ഒരു വലിയ ചന്തയുണ്ട് നമ്മുടെ ഗ്രാമത്തിൽ, ഇന്നൊരു വലിയ ചന്തയുണ്ട്. ഷുഡ് വി ഗോ? നമുക്ക് പോകാമോ? ഭയ്യ, ഹാവ് യു എവർ സീൻ മീ ഗോയിങ് ടു എ ഫെയർ ഓർ ഗോയിങ് ടു വാച്ച് എ ക്രിക്കറ്റ് ഓർ ഹോക്കി മാച്ച്? നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു ഫെയറിന്, ഒരു മേളയ്ക്ക്, അല്ലെങ്കിൽ ഒരു ടു വാച്ച് ക്രിക്കറ്റ് ഓർ ഹോക്കി മാച്ച്, ഒരു ക്രിക്കറ്റ് മാച്ചോ ഹോക്കി മാച്ചോ കാണാൻ പോകുന്നത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഐ ഡോണ്ട് ഗോ നിയർ ദം, ഞാൻ അതിൻ്റെ അടുത്തുപോലും പോകില്ല. ഐ പ്രിഫർ ടു സ്റ്റഡി എ ബുക്ക്, അതായത് ഞാൻ ബുക്ക് വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഐ പ്രിഫർ ടു സ്റ്റഡി എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഐ ഡോണ്ട് മൈൻഡ് റിപ്പീറ്റിംഗ് എ ക്ലാസ് ഫോർ മോർ ദാൻ 2 years. ഐ ഡോണ്ട് മൈൻഡ്, എനിക്കൊരു പ്രശ്നവുമില്ല. ഐ ഡോണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നവുമില്ല. റിപ്പീറ്റിംഗ് എ ക്ലാസ് ഫോർ മോർ ദാൻ 2 years. അപ്പോൾ 2 yearsനേക്കാളും കൂടുതൽ ഒരു ക്ലാസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിലും എനിക്കൊരു പ്രശ്നവുമില്ല. ബട്ട് യു മൈറ്റ് സ്റ്റേ ഇൻ ദ സെയിം ക്ലാസ് ഓൾ യുവർ ലൈഫ്. പക്ഷേ നീ എന്തായാലും സ്റ്റേ ചെയ്യും ഇൻ ദ സെയിം ക്ലാസ്, ഒരേ ക്ലാസ് നീ നിൻ്റെ ജീവിതം മുഴുവനും ഒരേ ക്ലാസ്സിൽ തന്നെ ആയിരിക്കും. നീ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ആയിരിക്കും ഈ ജീവിതം മുഴുവനും. ഡു യു എക്സ്പെക്റ്റ്
ടു പാസ് ഇഫ് യു വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഓൾ ദ ടൈം? നീ പ്രതീക്ഷിക്കുന്നുണ്ടോ നീ പാസ്സാകുമെന്ന്? ഇഫ് യു വേസ്റ്റ് യുവർ ടൈം പ്ലേയിങ് ഓൾ ടൈം, എല്ലാ സമയവും നീ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ നീ പാസ്സാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? യു ആർ സിംപ്ലി വേസ്റ്റിംഗ് ഫാദേഴ്സ് ഹാർഡ് ഏൺഡ് മണി. നീ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നീ ഫാദറിൻ്റെ, അച്ഛൻ്റെ ഹാർഡ് ഏൺഡ് മണി, അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ആ പണം നീ വേസ്റ്റ് ആക്കുകയാണ്. ഭയ്യ മുന്നയോട് എന്താണ് പറയുന്നത്? നമ്മുടെ അച്ഛൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണമെല്ലാം നീ വേസ്റ്റ് ആക്കുകയാണ്. മുന്ന സ്റ്റാർട്ട്സ് ക്രൈയിങ് ഓൺ ബീയിങ് സ്കോൾഡഡ് ആൻഡ് സോബിങ് സൗണ്ട്സ് വാ വാ ബാ ബാ ഹൂ ഹൂ ആർ ഹേർഡ്. മുന്ന സ്റ്റാർട്ട്സ് ക്രൈയിങ്, അപ്പം മുന്ന കരയാനായിട്ട് തുടങ്ങി. ഓൺ ബീയിങ് സ്കോൾഡഡ്, സ്കോൾഡഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് കേട്ടതിന്. ബയ്യ എങ്ങനെ വഴക്ക് പറഞ്ഞതിന്, സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക, ബയ്യ വഴക്ക് പറഞ്ഞതിന് മുന്ന കരയാനായിട്ട് തുടങ്ങി. സോബിങ് സൗണ്ട്സ്, സോബിങ് എന്ന് പറഞ്ഞാൽ തേങ്ങിക്കരയുക, അങ്ങനെ തേങ്ങിക്കരയുന്ന സൗണ്ട്സ് കേൾക്കാനായിട്ട് തുടങ്ങി. മുന്ന ഭയ്യ ഐ ഫീൽ ലൈക്ക് റണ്ണിങ് അവേ ആൻഡ് ഗോയിങ് ബാക്ക് ഹോം. അപ്പോൾ മുന്ന പറയുകയാണ്, ഭയ്യ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, വീട്ടിലേക്ക് ഓടിപ്പോകാൻ തോന്നും, വീട്ടിലേക്ക് തിരിച്ച് ഓടിപ്പോകാൻ തോന്നും. ഭയ്യ നോ നോ സ്റ്റോപ്പ് ക്രൈയിങ്, പുട്ട് ഓൺ എ നൈസ് സ്മൈൽ, ലുക്ക് ഐ വിൽ മേക്ക് എ ടൈം ടേബിൾ ഫോർ യു ടു ഫോളോ, ഗെറ്റ് അപ്പ് അറ്റ് ഡോൺ. നോ നോ ഇപ്പോൾ നീ നിർത്ത്, സ്റ്റോപ്പ് ക്രൈയിങ് നീ കരച്ചിൽ നിർത്ത്, പുട്ട് ഓൺ എ നൈസ് സ്മൈൽ ഒരു ചെറുതായിട്ടൊന്ന് ചിരിക്കുക, ഒന്ന് പുഞ്ചിരിക്കുക. ലുക്ക് ഐ വിൽ മേക്ക് എ ടൈം ടേബിൾ ഫോർ യു ടു ഫോളോ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ, നിനക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കിത്തരാം. ഗെറ്റ് അപ്പ് അറ്റ് ഡൗൺ, നീ പുലർച്ചെ എഴുന്നേൽക്കണം. ഡൗൺ എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ്, ഏർലി മോർണിംഗ് അതിരാവിലെ നീ എഴുന്നേൽക്കണം. ടൈം ഷെഡ്യൂൾ 6 AM, 6 AM വാഷ് യുവർ ഹാൻഡ്സ്, നീ കൈ കഴുകണം. ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് സിറ്റ് ഡൗൺ ടു സ്റ്റഡി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പഠിക്കാനായിട്ട് ഇരിക്കണം. 6 to 8 AM ഇംഗ്ലീഷ് പഠിക്കണം. 8 to 9 AM മാത്സ് പഠിക്കണം. 9 to 9:30 AM ഹിസ്റ്ററി പഠിക്കണം. 3:30 PM then off to school. 5 to 6 PM ഗ്രാമർ പഠിക്കണം. ഹാഫ് ആൻ അവർ ഫോർ സ്ട്രോളിങ് എന്ന് പറഞ്ഞാൽ വെറുതെ നടക്കുക, അപ്പോൾ അരമണിക്കൂർ വെറുതെ നടക്കാം. 6:30 to 7 PM ഇംഗ്ലീഷ് കോമ്പസിഷൻ, ദെൻ ഡിന്നർ, അതിനുശേഷം ഡിന്നർ കഴിക്കാം. 8 to 9 PM ട്രാൻസ്ലേഷൻ. 9 to 10 PM ഹിന്ദി പഠിക്കാം. 10 to 11 PM അതർ സബ്ജക്ട്സ് ആൻഡ് ദെൻ ടു ബെഡ്, ബാക്കിയുള്ള സബ്ജക്റ്റും പഠിക്കാം, എന്നിട്ട് കിടക്കാം. മുന്ന ബട്ട് വെൻ ഈസ് ദ ടൈം ടു പ്ലേ, എപ്പോഴാണ് പക്ഷെ ഞാൻ കളിക്കുക? ഭയ്യ പ്ലേ, കളിക്കാനോ? വാട്ട് ഈസ് ദ നീഡ് മുന്ന, അതിൻ്റെ ആവശ്യം എന്താണ് മുന്ന ഓ ഐ ലവ് ദ ഗ്രീൻ ഫീൽഡ്സ്, ദ ജെൻറ്റിൽ ബ്രീസ്, ഐ വാണ്ട് ടു ജമ്പ് അപ്പ് ലൈക്ക് എ ഫുട്ബോൾ. ഓ എനിക്ക് ആ ഗ്രീൻ ഫീൽഡ്സ് ഇഷ്ടമാണ്, ആ പച്ചപ്പുള്ള വയലുകൾ എനിക്കിഷ്ടമാണ്. ദ ജെൻറ്റിൽ ബ്രീസ് എന്ന് പറഞ്ഞാൽ ആ ഇളം കാറ്റ്, അതെനിക്കിഷ്ടമാണ്. ഐ വാണ്ട് ടു ജമ്പ് അപ്പ് ലൈക്ക് എ ഫുട്ബോൾ, എനിക്കൊരു ഫുട്ബോൾ പോലെ ചാടി കളിക്കാൻ ഇഷ്ടമാണ്, ആഗ്രഹമുണ്ട്. ഐ ലൈക്ക് ദ ടച്ച് ആൻഡ് ഗോ ആൻഡ് ഹൂ ടു ടു സൗണ്ട്സ് ഓഫ് ദ കബഡി, എനിക്ക് ടച്ച് ആൻഡ് ഗോ ആ കളി ഇഷ്ടമാണ്. ആൻഡ് ഹൂ ടു ടു സൗണ്ട്സ് ഓഫ് ദ കബഡിയുടെ ആ സൗണ്ട്സ് ഇഷ്ടമാണ്. ആൻഡ് ദ ഹറി ആൻഡ് ഫ്ലറി ഓഫ് വോളിബോൾ പുൾസ് മീ ലൈക്ക് എ മാഗ്നറ്റ്, വോളിബോളിനോടുള്ള ആ എക്സൈറ്റ്മെൻറ്റ്, ഹറി ആൻഡ് ഫ്ലറി എന്ന് പറഞ്ഞാൽ ആ സഡൻ എക്സൈറ്റ്മെൻറ്റ്, ആ വോളിബോൾ കളിക്കാനുള്ള ആ തിരക്ക്, അതെന്നെ പുൾസ് മീ, എന്നെ വലിക്കുന്നു, ആകർഷിക്കുന്നു. ലൈക്ക് എ മാഗ്നറ്റ് പോലെ എന്നെ വലിക്കുന്നു, അങ്ങോട്ട് എന്നെ ആകർഷിക്കുന്നു. ആസ് സൂൺ ആസ് ഐ ആം ഓൺ ദ ഫീൽഡ് ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഞാൻ ഫീൽഡിൽ എത്തുമ്പോഴേക്കും ഞാൻ എല്ലാം മറന്നു പോകുന്നു. അടുത്തത് സീൻ 2. ദ ഫൈനൽ എക്സാംസ് ആർ ഓവർ ആൻഡ് ദ റിസൾട്ട്സ് ആർ ഔട്ട്. അപ്പോൾ ഫൈനൽ എക്സാം കഴിഞ്ഞു, പരീക്ഷയൊക്കെ കഴിഞ്ഞു. ദ റിസൾട്ട്സ് ആർ ഔട്ട്, റിസൾട്ട് വന്നു. ഭയ്യ അലാസ് ഐ ഹാവ് ഫെയിൽഡ് വൺസ് അഗെയിൻ. അലാസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ദുഃഖത്തോടെ അയ്യോ എന്നൊക്കെ പറയില്ലേ, അതുപോലെ അലാസ് ഐ ഹാവ് ഫെയിൽഡ് വൺസ് അഗെയിൻ, ഞാൻ ഒരിക്കൽ കൂടെ തോറ്റു. മുന്ന ഓ ബട്ട് ഭയ്യ ഐ ഹാവ് പാസ്ഡ് ആൻഡ് ടോപ്ഡ് മൈ ക്ലാസ്. പക്ഷേ ഭയ്യ ഞാൻ ജയിച്ചു, അതുകൂടാതെ ഞാൻ ക്ലാസ്സിൽ ടോപ്പുമാണ്. നൗ ദർ ഈസ് ഓൺലി 2 years ഡിഫറൻസ് ബിറ്റ്വീൻ അസ്.
ഇപ്പോൾ നമ്മൾ തമ്മിൽ 2 ഇയേഴ്സ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ക്ലാസ്സുകൾ തമ്മിൽ 2 ഇയേഴ്സ് ഡിഫറൻസേ ഉള്ളൂ. ഭയ്യ, ബട്ട് മൈ ഡിയർ ബ്രദർ ഡോണ്ട് ബി സോ പ്രൗഡ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഡോണ്ട് ബി സോ പ്രൗഡ്, ഇത്രയ്ക്ക് അഭിമാനിക്കേണ്ട. യു ഹാവ് പാസ്ഡ് ഓൺലി 1 ക്ലാസ് ആൻഡ് യു തിങ്ക് ദാറ്റ് ഐ ആം സ്റ്റുപ്പിഡ് ആൻഡ് യു ആർ സ്മാർട്ട്. നീ ആകെ ഒരു ക്ലാസ്സാണ് പാസ്സായത്, ഓൺലി 1 ക്ലാസ് ആൻഡ് യു തിങ്ക് ദാറ്റ് ഐ ആം സ്റ്റുപ്പിഡ്. അപ്പം നീ വിചാരിക്കുന്നത് ഞാൻ സ്റ്റുപ്പിഡാണെന്നാണോ, ഞാൻ ഒരു വിഡ്ഢിയാണെന്നാണോ? ആൻഡ് യു ആർ സ്മാർട്ട്, നീ സ്മാർട്ടും ഞാനൊരു വിഡ്ഢിയുമാണെന്നാണോ നീ വിചാരിക്കുന്നത്? വൺസ് ഇൻ എ വൈൽ ഇൻ എ ഗുലി ദണ്ട ഗെയിം യു മൈറ്റ് ഗെറ്റ് ലക്കി ആൻഡ് ഹിറ്റ് എ ഗോൾ ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ. അപ്പോൾ വൺസ് ഇൻ എ വൈൽ, അതായത് ചിലപ്പോഴൊക്കെ ഒരിക്കൽ, ഇൻ എ ഗുലി ഡണ്ട ഗെയിം, അതൊരു തരം ഗെയിമാണ്. ആ ഗെയിമിൽ നീ യു മൈറ്റ് ഗെറ്റ് ലക്കി, നിനക്ക് ഭാഗ്യമുണ്ടാകും, നീ അതിൽ ജയിക്കും. ആൻഡ് ഹിറ്റ് എ ഗോൾ, ഒരു ഗോൾ നീ അടിക്കും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ, പക്ഷേ അത് ഇങ്ങനെ അർത്ഥമാക്കുന്നില്ല. യു ഹാവ് മാസ്റ്റേർഡ് ദ ഗെയിം, നീ ഗെയിമിൽ മാസ്റ്ററായെന്ന്, അതായത് നീ കളിയിൽ ടോപ്പായെന്നല്ല അതിൻ്റെ അർത്ഥം. മാസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ ഗെയിൻഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കിൽഡ്. അപ്പോൾ നീ ഇത്രയധികം സ്കിൽഡ് ആയി എന്ന് അല്ല അതിൻ്റെ അർത്ഥം. യു ഹാവ് ടു വർക്ക് ഹാർഡ് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ലൈഫിൽ വിജയിക്കണമെങ്കിൽ നീ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വെൻ യു ഹാവ് ടു സ്റ്റഡി എ സബ്ജക്റ്റ് ലൈക്ക് ആൾജിബ്ര ഓർ ജിയോമെട്രി ഇൻ ഹയർ ക്ലാസ്സസ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്. അപ്പോൾ വെൻ യു ഹാവ് ടു സ്റ്റഡി, നീ പഠിക്കുമ്പോൾ എ സബ്ജക്റ്റ് ലൈക്ക് ഈ ആൾജിബ്ര അല്ലെങ്കിൽ ജിയോമെട്രി, ഇതൊക്കെ മാത്സിലുള്ളതാണ്, ഇതൊക്കെ നീ പഠിക്കുമ്പോൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കുമ്പോൾ ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ്, അപ്പോൾ നിനക്ക് മനസ്സിലാകും ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹാർഡ് വർക്ക്, ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ നിനക്ക് മനസ്സിലാകും. ഇൻ ജിയോമെട്രി ഇഫ് വൺ റൈറ്റ്സ് ACB ഇൻസ്റ്റെഡ് ഓഫ് ABC ദ ആൻസർ ഈസ് മാർക്ക്ഡ് റോങ്. ജിയോമെട്രിയിൽ അപ്പോൾ ആരെങ്കിലും ACB എന്ന് എഴുതുകയാണെങ്കിൽ, ABCക്ക് പകരം ACB എന്ന് എഴുതുകയാണെങ്കിൽ ദ ആൻസർ മാർക്ക്ഡ് റോങ്, അപ്പോൾ ആൻസർ റോങ് ആയിട്ടാണ് മാർക്ക് ചെയ്യുക, ആൻസർ തെറ്റായിപ്പോവും. ദ എക്സാമിനേഴ്സ് വിൽ നോട്ട് സ്പെയർ യു. സ്പെയർ എന്ന് പറഞ്ഞാൽ എക്സാമിനേഴ്സ് ഒരിക്കലും അത് ഒഴിവാക്കില്ല, അത് വിട്ടുകളയില്ല. ദ എക്സാമിനേഴ്സ് വിൽ നോട്ട് സ്പെയർ യു, അപ്പോൾ നിന്നെ അത് ക്ഷമിച്ച് നിനക്ക് മാർക്ക് തരികയൊന്നുമില്ല. ഇപ്പോൾ ABCക്ക് പകരം ACB എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് എക്സാമിനേഴ്സ് വിൽ നോട്ട് സ്പെയർ യു, എക്സാമിനേഴ്സ് അതൊരിക്കലും ക്ഷമിക്കില്ല, അത് ഒഴിവാക്കില്ല. ദേ വാണ്ട് യു ടു ലേൺ വേർഡ് ബൈ വേർഡ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്സ്. അവരെന്താണ് ആവശ്യപ്പെടുന്നത്? ടു ലേൺ വേർഡ് ബൈ വേർഡ് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വേർഡ് ബൈ വേർഡായിട്ട് പഠിക്കുക തന്നെ വേണം, അത് തന്നെ എക്സാമിന് നീ എഴുതണം. മുന്ന, ഓ ഭായ് സാബ് ദിസ് ഈസ് സ്കേറി. ഭായ് സാബ്, ഭയ്യ, ചേട്ടാ ഇത് പേടിപ്പിക്കുന്നതാണ്, എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. സ്കേറി എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഐ വാണ്ട് ടു ഗോ ടു ദ 9th ക്ലാസ് നൗ. ഇപ്പം ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് 9th ക്ലാസ്സിലേക്ക് പോകണമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ വിൽ സ്റ്റിൽ കംപ്ലീറ്റ് മൈ ഡേയ്സ് ഹോംവർക്ക് സോ ദാറ്റ് ഐ ഗെറ്റ് നോ പണിഷ്മെൻറ്റ് ഇൻ ദ ക്ലാസ്. പക്ഷേ ഞാൻ എന്തായാലും എൻ്റെ ഹോംവർക്ക്, ഡേയ്സ് ഹോംവർക്ക്, ദിവസവുമുള്ള ഹോംവർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. സോ ദാറ്റ് ഐ ഗെറ്റ് നോ പണിഷ്മെൻറ്റ് ഇൻ ദ ക്ലാസ്. എനിക്ക് ക്ലാസ്സിൽ പണിഷ്മെൻറ്റ് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഭയ്യ, ജസ്റ്റ് ടുഡേ വി were asked to write a short essay on the topic of punctuality in 4 pages. And imagine, can something be written on 4 pages and still be short? It's also mixed up. അപ്പോൾ ഭയ്യ പറയുകയാണ്, ജസ്റ്റ് ടുഡേ, ഇന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാമോ? വി were asked to write a short essay on the topic of punctuality. ഞങ്ങളോട് പങ്ക്ച്വാലിറ്റി എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഷോർട്ട് എസ്സേ എഴുതാനായിട്ട് പറഞ്ഞു. ഇൻ 4 pages, അതും ഷോർട്ട് എസ്സേ 4 pagesൽ എഴുതാനാണ് പറഞ്ഞത്. ആൻഡ് ഇമാജിൻ, ഒന്ന് ചിന്തിച്ച് നോക്കൂ, ക്യാൻ സംതിങ് ബി റിട്ടൺ ഓൺ 4 pages ആൻഡ് സ്റ്റിൽ ബി ഷോർട്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ 4 pagesൽ എഴുതിയിട്ട് അത് സ്റ്റിൽ ബി ഷോർട്ട്, അത് ഷോർട്ടായിരിക്കുമോ? ആൻഡ് സ്റ്റിൽ ബി ഷോർട്ട്, അത് ഷോർട്ടായിരിക്കുമോ? എസ്സേ എന്ന് പറഞ്ഞാൽ കമ്പോസിഷൻ ഓഫ് എനി സബ്ജക്റ്റ്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ മിക്സ്ഡ് അപ്പ്. ഇനി വിചാരിക്കുന്നത് പോലെയല്ല, ഇത് വലിയ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ, നമ്മളാകെ കൺഫ്യൂഷനിലാകും. മുന്ന, തിങ്കിങ് അലൗഡ്, താങ്ക് ഗോഡ് ഇറ്റ് വാസ് ടൈം ഫോർ സ്കൂൾ ഓർ എൽസ് ദ സ്കോൾഡിങ് വുഡ് ഹാവ് ഗോൺ ഓൺ ആൻഡ് ഓൺ.
അപ്പോൾ മുന്ന ചിന്തിക്കുകയാണ്, താങ്ക് ഗോഡ്, ദൈവമേ നന്ദി. ഇറ്റ് വാസ് ടൈം ഫോർ സ്കൂൾ ഓർ എൽസ് ദ സ്കോൾഡിങ് വുഡ് ഹാവ് ഗോൺ ഓൺ ആൻഡ് ഓൺ. അപ്പോൾ സ്കൂളിൻ്റെ ടൈമായത് നന്നായി, അല്ലെങ്കിൽ ചേട്ടൻ്റെ ഈ വഴക്ക് പറച്ചിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. സ്കോൾഡ് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുക. അടുത്തത് സീൻ 3. The results were out once again and it so happened that Munna passed and Bhaiya failed again. അപ്പോൾ the results were out once again. അപ്പോൾ ഒരിക്കൽ കൂടി റിസൾട്ട് വന്നു. ആൻഡ് ഇറ്റ് സോ ഹാപ്പൻഡ്, അങ്ങനെ തന്നെ സംഭവിച്ചു. ദാറ്റ് മുന്ന പാസ്ഡ്, മുന്ന പാസ്സായി, ജയിച്ചു. ആൻഡ് Bhaiya ഫെയിൽഡ് അഗെയിൻ, Bhaiya വീണ്ടും തോറ്റു. Bhaiya വാസ് റിയലി അപ്സെറ്റ്, Bhaiya ആകെ ദുഃഖിതനായി, അപ്സെറ്റായി. മുന്ന വാസ് ഓൾസോ സാഡ് സീയിങ് ഹിസ് ബ്രദർ സോ അൺഹാപ്പി. അപ്പോൾ മുന്നയും ആകെ സാഡായി, മുന്നയ്ക്കും ദുഃഖമായി. സീയിങ് ഹിസ് ബ്രദർ സോ അൺഹാപ്പി, അപ്പോൾ ബ്രദറിൻ്റെ ഈ സന്തോഷമില്ലായ്മ കണ്ടിട്ട് മുന്നയ്ക്കും ദുഃഖമായി. Bhaiya നൗ ബിക്കംസ് ജെൻറ്റ്ലർ വിത്ത് മുന്ന. ഇപ്പോൾ Bhaiya മുന്നയോട്, അതായത് ജെൻറ്റ്ലർ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട്, നല്ല സൗമ്യമായിട്ടാണ് പെരുമാറുന്നത്. മുന്ന ബിക്കെയിം നോട്ടിയർ ബിക്കോസ് ഓഫ് ദിസ് ആൻഡ് സ്റ്റഡീഡ് ഈവൻ ലെസ് ദാൻ ബിഫോർ. അപ്പോൾ അതുകൊണ്ട് മുന്ന ബിക്കെയിം നോട്ടിയർ, മുന്ന വീണ്ടും വികൃതിയായി. ബിക്കോസ് ഓഫ് ദിസ്, അതുകൊണ്ട് മുന്ന വികൃതി ഉള്ള കുട്ടിയായി വീണ്ടും. ആൻഡ് സ്റ്റഡീഡ് ഈവൻ ലെസ് ദാൻ ബിഫോർ, മുമ്പത്തേക്കാളും പഠിപ്പ് കുറയുകയും ചെയ്തു, പഠിക്കുന്നത് കുറയുകയും ചെയ്തു. മുന്ന ടോക്കിംഗ് അലൗഡ്, ഐ ആം ലക്കി. അപ്പോൾ മുന്ന ഉറക്കെ പറയുകയാണ്, ഞാൻ ഭാഗ്യവാനാണ്. ഐ ക്യാൻ പാസ് ഈസിലി, എനിക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ കഴിയും. ഐ നീഡ് നോട്ട് സ്റ്റഡി സോ ഹാർഡ്, എനിക്ക് ഇങ്ങനെ ഹാർഡായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൗ ഐ ക്യാൻ പ്ലേ ഗെയിംസ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ഫ്ലൈ കൈറ്റ്സ്. എനിക്കിനി എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഗെയിംസ് കളിക്കാം, കൈറ്റ്സ് പറത്തിക്കാം. ബട്ട് ഐ ഷുഡ് സ്റ്റിൽ ബി കെയർഫുൾ ദാറ്റ് Bhaiya ഡസ് നോട്ട് സീ മീ ഫ്ലൈയിങ് കൈറ്റ്സ്. പക്ഷെ ഞാൻ കെയർഫുൾ ആയിരിക്കും, ഞാൻ ശ്രദ്ധിക്കും. Bhaiya കാണരുത്, ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നത് Bhaiya കാണരുത്. ഡസ് നോട്ട് സീ മീ ഫ്ലൈയിങ് കൈറ്റ്സ്, ഞാൻ കൈറ്റ്സ് പറത്തിക്കുന്നതൊന്നും Bhaiya കാണരുത്. അത് ഞാൻ കെയർഫുൾ ആയിരിക്കും, അതിന് ഞാൻ കെയർഫുൾ ആയിരിക്കും. വൺ ഡേ a kite is flying slowly downwards. Munna starts running in order to grab it. Suddenly he comes face to face with Bhaiya. അപ്പോൾ ഒരു ദിവസം കൈറ്റ് താഴേക്ക് പറക്കുകയായിരുന്നു, മുന്ന പറത്തിക്കുകയായിരുന്നു. അപ്പോൾ കൈറ്റ് സ്ലോലി, മെല്ലെ താഴേക്ക് പറക്കുകയായിരുന്നു. മുന്ന സ്റ്റാർട്ട്സ് റണ്ണിങ് ഇൻ ഓർഡർ ടു ഗ്രാബ് ഇറ്റ്. അപ്പോൾ മുന്ന ഓടി, അത് പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ കൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് മുന്ന ഓടി. സഡൻലി ഹീ കംസ് ഫേസ് ടു ഫേസ് വിത്ത് Bhaiya. പെട്ടെന്ന് അവൻ്റെ മുന്നിൽ Bhaiya എത്തിച്ചേർന്നു. അപ്പോൾ Bhaiyaയുടെ മുന്നിൽ എത്തിപ്പെട്ടു. Bhaiya കാച്ചിങ് ഹോൾഡ് ഓഫ് മുന്നാസ് ഹാൻഡ്. മുന്നയുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് Bhaiya പറയുകയാണ്, ആരൻറ്റ് യു അഷെയിംഡ് ടു ബി പ്ലേയിങ് കൈറ്റ്സ് ഓൾ ഡേ ലോങ്. ദിവസം മുഴുവനും ഇങ്ങനെ കൈറ്റ്സ് കളിക്കുന്നതിൽ നിനക്ക് നാണമില്ലേ? കൈറ്റ് പറത്തിക്കുന്നതിൽ നിനക്ക് നാണമില്ലേ? ഡോണ്ട് യു റിയലൈസ് ദാറ്റ് നൗ യു ആർ ഇൻ ദ 8th ക്ലാസ് ആൻഡ് ആർ നോട്ട് സ്റ്റഡിയിങ് ഇൻ എ ലോവർ ക്ലാസ്. അപ്പോൾ നിനക്കിതുവരെ മനസ്സിലായില്ലേ, നീ ഇപ്പോൾ 8th ക്ലാസ്സിലാണ് പഠിക്കുന്നത്, നീ ഒരു ലോവർ ക്ലാസ്സിലല്ല പഠിക്കുന്നത്, നീ ഒരു ചെറിയ ക്ലാസ്സിലല്ല പഠിക്കുന്നത്. ഇഫ് യു തിങ്ക് ദാറ്റ് ഐ ആം ജസ്റ്റ് 1 class ahead of you and I can't say anything, you are wrong. അപ്പോൾ നീ വിചാരിക്കുന്നുണ്ടോ, ഐ ആം ജസ്റ്റ് 1 class ahead of you, ഞാൻ നിന്നേക്കാളും ഒരു ക്ലാസ് മാത്രം മുന്നിലാണ് എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? ആൻഡ് ഐ കാൻറ്റ് സേ എനിത്തിങ്, ഞാനൊന്നും പറയില്ല, അതുകൊണ്ട് ഞാനൊന്നും നിന്നെ പറയില്ല എന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? യു ആർ റോങ്, എങ്കിൽ നിനക്ക് തെറ്റി. ഐ ആം 5 years older than you are, ഞാൻ നിന്നേക്കാളും 5 വയസ്സിന് മൂത്തതാണ്, 5 വയസ്സ് പ്രായം കൂടുതലാണ് എനിക്ക് നിന്നേക്കാളും. ആൻഡ് വിൽ ഓൾവേസ് ബി, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, ഞാൻ നിൻ്റെ ചേട്ടനായിരിക്കും, എപ്പോഴും ഞാൻ നിൻ്റെ ചേട്ടനായിരിക്കും, നിന്നേക്കാളും എനിക്ക് 5 വയസ്സ് പ്രായം കൂടുതലാണ്. അണ്ടർസ്റ്റാൻഡിങ് ഡസൻറ്റ് കം ഓൺലി ഫ്രം റീഡിങ് ബുക്സ്. അപ്പോൾ ഈ വിവേകം നമുക്ക് ലഭിക്കുന്നത് പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നത് ബുക്സ് വായിക്കുന്നത് കൊണ്ട് മാത്രമല്ല. ലുക്സ് അറ്റ് മാ ആൻഡ് ബാബ. അപ്പോൾ അമ്മയെയും അച്ഛനെയും നീ നോക്ക്. മാ ഹാസ് നെവർ ഗോൺ ടു സ്കൂൾ ആൻഡ് ബാബ ഹാസ് ഓൺലി പാസ്ഡ് 5th class. അമ്മ ഇതുവരെ സ്കൂളിൽ പോയിട്ടില്ല, പിന്നെ അച്ഛന് 5th class പാസ്സായിട്ടേ ഉള്ളൂ. മുന്ന റിയലി Bhaiya, ഈസ് ദാറ്റ് ട്രൂ? അപ്പോൾ സത്യമാണോ Bhaiya, ഇത് ശരിയാണോ? മുന്ന Bhaiyaയോട് ചോദിക്കുകയാണ്.
ഭയ്യ, യെസ്, ദർ ആർ 1,000 തിങ്സ് ദാറ്റ് ദേ നോ മോർ ദാൻ യു ഓർ മീ. അതെ, ദർ ആർ 1,000 തിങ്സ്, ആയിരക്കണക്കിന് കാര്യങ്ങളുണ്ട്. ദേ നോ മോർ ദാൻ യു ഓർ മീ, നിന്നേക്കാളും എന്നെക്കാളും ഒക്കെ അറിവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയ്ക്കും അറിയാം, എന്നെക്കാളും നിന്നേക്കാളും ഒരുപാട് കാര്യങ്ങൾ അറിയാം. ആൻഡ് ഈവൻ ഇഫ് വി ഹാവ് സ്റ്റഡീഡ് ദ വിസ്ഡം ഓഫ് ദ ഹോൾ വേൾഡ്, Ma and Baba will always have the right to explain to us and correct us. And even if we have studied the wisdom of the whole world, ഈ ലോകം മുഴുവനുമുള്ള വിസ്ഡം, അതായത് കാര്യങ്ങൾ, അറിവ് നമ്മൾ പഠിച്ചാലും, നമ്മൾ രണ്ടുപേരും പഠിച്ചാലും, മാ ആൻഡ് ബാബ വിൽ ഓൾവേസ് ഹാവ് ദ റൈറ്റ്, അമ്മയ്ക്കും അച്ഛനും എപ്പോഴും ആ അധികാരമുണ്ട്. റൈറ്റ് എന്ന് പറഞ്ഞാൽ അധികാരമുണ്ട്. ടു എക്സ്പ്ലെയിൻ ടു അസ് ആൻഡ് കറക്റ്റ് അസ്, നമുക്ക് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും നമ്മളെ തിരുത്താനുമുള്ള അധികാരം അമ്മയ്ക്കും അച്ഛനുമുണ്ട്. കറക്റ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കറക്റ്റ് ചെയ്യാൻ, നമ്മളെ തിരുത്താനുള്ള അധികാരം അമ്മയ്ക്കും അച്ഛനുമുണ്ട്. നമ്മൾ എത്ര ലോകം മുഴുവനുമുള്ള അറിവ് നേടിയാലും അമ്മയ്ക്കും അച്ഛനും നമ്മെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അധികാരമുണ്ട്. നൗ വാട്ട് വുഡ് യു ഡു ഇഫ് ഐ വേർ ടു ഫോൾ സിക്ക് ടുഡേ? ഇപ്പോൾ എനിക്കിന്ന് അസുഖം ബാധിക്കുകയാണെങ്കിൽ നീ എന്താണ് ചെയ്യുക? മുന്ന, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഭയ്യ, എനിക്ക് അറിയില്ല ഭയ്യ. ഐ വുഡ് ടെൽ ബാബ ആൻഡ് ഹീ വുഡ് റഷ് ടു ദ ഹോസ്റ്റൽ, ഞാൻ അച്ഛനോട് വിളിച്ച് പറയും. ആൻഡ് ഹീ വുഡ് റഷ് ടു ദ ഹോസ്റ്റൽ, അപ്പോൾ അദ്ദേഹം ഹോസ്റ്റലിലേക്ക് ഓടി വരും. ഭയ്യ, ആഹാ, ഐ ഹാഡ് എക്സ്പെക്റ്റഡ് ദിസ് ആൻസർ, അപ്പോൾ ഞാൻ ഈ ആൻസർ തന്നെയാണ് നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നൗ ബാബ വുഡ് നോട്ട് ഗെറ്റ് അപ്സെറ്റ്, പക്ഷേ ബാബ ഇങ്ങനെ അപ്സെറ്റ് ആകില്ല. ഹി വുഡ് ഫസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് വാട്ട് വാസ് റോങ് ആൻഡ് ദെൻ ഹി വുഡ് കോൾ എ ഡോക്ടർ. ആദ്യം അദ്ദേഹം ഇത് കണ്ടെത്തും, എന്താണ് സംഭവിച്ചത്, എന്താണ് അസുഖം എന്താണെന്ന് അദ്ദേഹം കണ്ടെത്തും. ആൻഡ് ദെൻ ഹി വുഡ് കോൾ എ ഡോക്ടർ, അതിനുശേഷം അദ്ദേഹം ഒരു ഡോക്ടറെ വിളിക്കും. ബാബ വുഡ് നോ എക്സാക്ട്ലി വാട്ട് ടു ഡു, അപ്പോൾ ബാബയ്ക്ക് അറിയാം, അച്ഛനറിയാം എക്സാക്ട്ലി, അതായത് എന്താണ് ചെയ്യേണ്ടത്, ശരിയായ കാര്യം എന്താണ് ചെയ്യേണ്ടതെന്ന് അച്ഛന് അറിയാം. ദേ ഹാവ് മോർ എക്സ്പീരിയൻസ് ദാൻ അസ്, അവർക്ക് നമ്മേക്കാളുമൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. മുന്ന, വിത്ത് ടിയേഴ്സ് ഇൻ ഹിസ് ഐസ്, ഭയ്യ, ഐ ആം സോറി, വാട്ട് യു സേ ഈസ് ട്രൂ. അപ്പോൾ മുന്ന കരയാൻ തുടങ്ങി. എന്നിട്ട് ഭയ്യോട് പറയുകയാണ്, ഐ ആം സോറി, വാട്ട് യു സേ ഈസ് ട്രൂ, നിങ്ങൾ പറഞ്ഞതാണ് ശരി, എന്നോട് ക്ഷമിക്കണം. ഭയ്യ ഹഗ്സ് മുന്ന ലവിങ്ലി, ഭയ്യ സ്നേഹത്തോടു കൂടി മുന്നയെ ഹഗ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെക്കാളും മുതിർന്നവർ, അവർ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലേ? ടീച്ചേഴ്സും പാരൻസും എൽഡർ ബ്രദേഴ്സും എൽഡർ സിസ്റ്റേഴ്സും ഒക്കെ അവർ പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കണം. അവർക്ക് എഡ്യൂക്കേഷൻ, അതായത് മുതിർന്നവർക്കൊക്കെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും, ചിലർക്കൊക്കെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും, എന്നാലും അവർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഒരുപാടുണ്ടാകും. നമ്മൾ അവരെ അനുസരിക്കണം, അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. മുതിർന്നവരെ നമ്മൾ അനുസരിക്കണം, അവരെ ബഹുമാനിക്കണം. ഇനി അവർ എത്ര നമ്മളെക്കാൾ എഡ്യൂക്കേഷൻ കുറഞ്ഞ ആളുകളാണെങ്കിൽ പോലും. പിന്നെ ഭയ്യ പറയുകയാണ്, ഐ ഓൾസോ ലൈക്ക് ടു പ്ലേ ആൻഡ് ഫ്ലൈ കൈറ്റ്സ്, എനിക്ക് കളിക്കാനും കൈറ്റ്സ് പറത്തിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ബട്ട് ഇഫ് ഐ ഓൾസോ പ്ലേ ദെൻ ഹൗ ക്യാൻ ഐ വാച്ച് ഔട്ട് ഫോർ യു, യു ആർ മൈ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഭയ്യ പറയുകയാണ്, ഞാനിപ്പോൾ കളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈറ്റ് പറത്തിക്കാൻ ഒക്കെ ഇറങ്ങുകയാണെങ്കിൽ, ഹൗ ക്യാൻ ഐ വാച്ച് ഔട്ട് ഫോർ യു, ഞാൻ നിന്നെ എങ്ങനെ ശ്രദ്ധിക്കും, എനിക്ക് നിന്നെ കെയർ ചെയ്യാൻ കഴിയുമോ? ഞാൻ കളിക്കാനും കയറ്റ് പറത്തിക്കാനൊക്കെ പോയാൽ എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ കഴിയുമോ? യു ആർ മൈ റെസ്പോൺസിബിലിറ്റി, നീ എൻ്റെ ഉത്തരവാദിത്വമാണ്, നീ എൻ്റെ അനിയനാണ്, എൻ്റെ യങ്ങർ ബ്രദറാണ്, എനിക്ക് നിന്നെ കെയർ ചെയ്തേ മതിയാവുകയുള്ളൂ. മുന്ന, ഐ ലവ് യു ഭയ്യ. അപ്പോൾ മുന്ന പറയുകയാണ്, ഭയ്യ ഐ ലവ് യു. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, സ്കൂളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസും, ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കുറച്ച് വേർഡ് മീനിങ്സ് മനസ്സിലാക്കാം. എക്സ്പീരിയൻസ്, ദ നോളജ് ഓർ സ്കിൽ അക്വയർഡ് ഓവർ പാസേജ് ഓഫ് ടൈം, അതായത് അനുഭവങ്ങൾ. സീൻ, എപ്പിസോഡ്, ദൃശ്യം. ടേണിംഗ് പെയിൽ, ബീയിങ് അഫ്രൈഡ്,
വിളറുക അല്ലെങ്കിൽ പേടിക്കുക. ഫേംലി, സ്ട്രോങ്, ഫിക്സ്, ഉറപ്പോടുകൂടി. എഹെഡ്, ഫോർവേഡ്, ഫ്രണ്ട്, മുന്നോട്ട്. സെവറൽ, മെനി, ഒരുപാട് അല്ലെങ്കിൽ ധാരാളം. ട്രമൻഡസ്, ഗ്രേറ്റ്, മോർ ദാൻ, റെഗുലർ, വളരെ വലിയ അല്ലെങ്കിൽ വലിയ. റിക്വയർഡ്, നീഡഡ്, ആവശ്യമുണ്ട്. ഫെയർ, എ ഗാദറിംഗ് ഓഫ് സ്റ്റാൾസ് ആൻഡ് അമ്യൂസ്മെൻറ്റ്സ് ഫോർ പബ്ലിക് എൻ്റർടൈൻമെൻറ്റ്. മേള, ചന്ത, ഉത്സവം എന്നൊക്കെ പറയാം. പ്രിഫർ, ലൈക്ക്, മോർ, ഇഷ്ടപ്പെടുന്നു, കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഡോണ്ട് മൈൻഡ്, ഡോണ്ട് ഫീൽ ബാഡ്, അതായത് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ ദുഃഖമില്ല. ഫൗണ്ടേഷൻ, സോളിഡ് ബേസ്, അടിത്തറ. ഷെഡ്യൂൾ, ടൈം ടേബിൾ. എസ്സേ, കോമ്പസിഷൻ ഓൺ എനി സബ്ജക്റ്റ്, അതായത് ഉപന്യാസം, ലേഖനം, പ്രബന്ധം എന്നൊക്കെ പറയാം. ഐഡ്ലിങ്, വിത്തൗട്ട് എനി പർപ്പസ്, ലേസി, അതായത് ഒരാവശ്യമില്ലാതെ അലസമായിട്ട്. മാസ്റ്റേർഡ്, ഗെയിൻഡ് എക്സ്പെർട്ടൈസ്, സ്കിൽഡ്, അതായത് ഉയർന്ന സ്ഥാനത്തെത്തുക, അറിവ് നേടുക. സ്റ്റേ, റിമെയിൻ, അതായത് അവശേഷിക്കുക അല്ലെങ്കിൽ തങ്ങുക, നിന്നു പോവുക എന്നൊക്കെയാണ് അർത്ഥം. എക്സ്പെക്റ്റ്, ഹോപ്പ്, പ്രതീക്ഷിക്കുക. ഹാർഡ് ഏൺഡ്, ഏൺ വിത്ത് ഹാർഡ് വർക്ക്, അതായത് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ചത്. സ്കോൾഡഡ്, ടു സ്പീക്ക് ആംഗ്രിലി, സ്നബ്ഡ്, അതായത് ദേഷ്യപ്പെടുക, വഴക്ക് പറയുക. സോബിങ്, ക്രയിങ് ഇൻ ലോ വോയിസ്, തേങ്ങി കരയുക. സ്ട്രോളിങ്, ഫോർ റിലാക്സിങ്, റിലാക്സ് ചെയ്യുക. ജെൻറ്റിൽ, നോട്ട് ഹാർഷ് ഓർ റഫ്, സൗമ്യമായി പെരുമാറുക. ബ്രീസ്, എ മൈൽഡ് വിൻഡ്, അതായത് ഇളം കാറ്റ്. ഫ്ലറി, എ സഡൻ ഔട്ട്ബേർസ്റ്റ്, എ ഗസ്റ്റ്, അതായത് തിരക്ക് കൂട്ടുക. മാഗ്നറ്റ്, എനി മെറ്റീരിയൽ അട്രാക്റ്റിംഗ് ബോഡീസ്. ടോപ്ഡ്, കമ്മിങ് ഫസ്റ്റ്. പ്രൗഡ്, അരോഗൻറ്റ്, ബോസ്റ്റ്ഫുൾ, അതായത് അഹങ്കരിക്കുക അല്ലെങ്കിൽ അഭിമാനിക്കുക. സക്സസ്ഫുൾ, ഫേമസ്, വെൽത്തി. സ്പെയർ, ലീവ്, അതായത് ഒഴിവാക്കുക, വിട്ടുകളയുക എന്നൊക്കെയാണ് അർത്ഥം. സ്കെയറി, ഗിവിങ് സ്കെയർ, പേടിപ്പിക്കുന്ന. പങ്ക്ച്വാലിറ്റി, റെഗുലാരിറ്റി, അതായത് സമയനിഷ്ഠ. ഡൗൺവേർഡ്സ്, കമ്മിങ് ഡൗൺ. ഗ്രാബ്, ടു കാച്ച് സഡൻലി, ടു സീസ്, പെട്ടെന്ന് പിടിക്കുക. ഷെയിംഡ്, ഫീലിംഗ് ഷെയിംഫുൾ ഓർ ബാഡ്, ഷൈ, അതായത് നാണിക്കുക. റിയലൈസ്, ഫീൽ ട്രൂലി, തിരിച്ചറിയുക. അണ്ടർസ്റ്റാൻഡിങ്, ടേക്കിംഗ് ആൻഡ് റിട്ടൈനിങ് നോളജ്, അതായത് അറിവ് നേടുക. റിയലി, ട്രൂലി, ആക്ച്വലി, സത്യത്തിൽ. വിസ്ഡം, കോമൺ സെൻസ്, അതായത് ജ്ഞാനം അല്ലെങ്കിൽ അറിവ്. റഷ്, മേക്ക്, ഹറി, ഹാസ്റ്റൺ, അതായത് വേഗത്തിൽ, അതായത് തിരക്കോട് കൂടി, തിരക്ക് കൂട്ടുക. അപ്സെറ്റ്, നോട്ട് ഹാപ്പി, സാഡ്, ദുഃഖിതനാവുക, സന്തോഷമില്ലാതിരിക്കുക. റെസ്പോൺസിബിലിറ്റി, ഡ്യൂട്ടി, ഉത്തരവാദിത്വം. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, വീഡിയോയ്ക്ക് സ്പീഡ് കുറവാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചില കുട്ടികൾക്ക് സ്പീഡിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് സ്പീഡ് കുറച്ച് പറഞ്ഞത്. അപ്പോൾ സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അവിടെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ ക്ലാരിറ്റി കുറവാണെങ്കിലും വീഡിയോ ക്ലിയർ ഇല്ലെങ്കിൽ അതിനും ആ സെറ്റിങ്സിൽ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ കൂട്ടാനും അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്.